الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. റോഡിൻ്റെ ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുന്ന സഹോദരങ്ങൾ നഗരിയുടെ പിൻഭാഗത്തേക്ക് മാറി നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തോടും സമ്മേളനത്തോടും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. അവിടെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി പ്രവർത്തകർ അറിയിക്കുന്നു. എല്ലാ ആളുകളും അനൗൺസ് കേൾക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്. ഈ ഭാഗത്തുള്ള എല്ലാ സഹോദരങ്ങളും പിൻഭാഗത്തേക്ക് മാറി നിന്ന് സഹകരിക്കണം, വളണ്ടിയർമാരോട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കളെ, ആലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മദ്ഹ് പറയുന്നതിനും അവിടുത്തെ ദർശനങ്ങൾ ലോകത്തിന് മുമ്പിൽ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്നതിനും മുത്തുനബിയോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും വേണ്ടി നാം സംഘടിപ്പിച്ചിട്ടുള്ള മീലാദ് സമ്മേളനം അതിൻ്റെ എല്ലാ പ്രൗഢിയും വിളിച്ചോതിക്കൊണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. ലോകത്ത് ഒരു ഫോട്ടോയുടെ സഹായമില്ലാതെ, പ്രതിമയുടെ സഹായമില്ലാതെ, എവിടെയെങ്കിലും പ്രദർശിപ്പിക്കപ്പെട്ട രൂപങ്ങളുടെ സഹായമില്ലാതെ എല്ലാ കാലത്തും എപ്പോഴും അനുസ്മരിക്കപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്തൊട്ടുക്കും അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ മനുഷ്യരായിരുന്നു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല, സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന സമ്മേളനങ്ങളും പരിപാടികളുമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തിത്വം കൊണ്ട് മാത്രമല്ല, ദർശനം കൊണ്ടും വ്യത്യസ്തമായ ഒരു സ്ഥാനം ലോകത്തിൻ്റെ ചരിത്രത്തിൽ നേടിയെടുത്ത മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ലോകത്ത് ദർശനങ്ങൾക്ക് കുറവില്ല. ഏതൊരു നാടിന്റെ ചരിത്രം പരിശോധിച്ചാലും ആ നാടുകളിലെല്ലാം ദർശനങ്ങൾ പറഞ്ഞുകൊണ്ട് അത് സമർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്ന ധാരാളം പ്രതിഭകളെ, നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവർക്കാർക്കും കഴിയാതെ പോയ ഒരു കാര്യം, റോഡ് ബ്ലോക്കിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് സമ്മേളന നഗരിയിലേക്ക് കടക്കാനാകാത്ത വിധം നമ്മുടെ റോഡ് തിങ്ങി വിങ്ങുന്ന കാര്യം
നേരത്തെ ഓർമ്മപ്പെടുത്തിയത് ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും പരമാവധി റോഡിൽ നിന്ന് മാറി നമ്മുടെ സമ്മേളന നഗരിയുടെ പിൻഭാഗത്തേക്ക് മാറി നിൽക്കണമെന്ന് എല്ലാ സഹോദരങ്ങളോടും വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. വാഹനങ്ങൾക്ക് നഗരിയിലേക്ക് വരാൻ കഴിയാത്ത വിധം റോഡിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് പ്രവർത്തകരെ അറിയിക്കുന്നു. സഹോദരങ്ങളെ, ലോകത്ത് ധാരാളം ദർശനങ്ങൾ പറഞ്ഞുപോയ ഒട്ടേറെ പ്രതിഭകളെ നമുക്കറിയാം. സാമ്പത്തിക രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഭരണരംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും കുടുംബ വിഷയങ്ങളിലാണെങ്കിലും അങ്ങനെ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ സ്പർശിക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത എത്രയോ പ്രതിഭകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഒരു പ്രധാന ന്യൂനതയായി ലോകം കാണുന്നത് അവർക്കാർക്കും തങ്ങൾ പറഞ്ഞ ദർശനം സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ്. ലോകത്ത് ധാരാളം പ്രതിഭകളുടെ പേരുകൾ നമുക്കറിയാം. ആ പ്രതിഭകളൊക്കെയും മഹത്തായ ആശയങ്ങൾ പറഞ്ഞവരാണ്, മഹത്തായ ദർശനങ്ങൾ അവതരിപ്പിച്ചവരാണ്. പക്ഷെ ആ ദർശനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞ ദർശനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗത്തെ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതേസമയം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ 23 വർഷക്കാലത്തെ പ്രബോധന യജ്ഞത്തിന് ശേഷം അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ 1.25 ലക്ഷം മുസ്ലിമീങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സാക്ഷികളാക്കി അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഏതൊരു ദർശനമാണോ പറഞ്ഞത്, ഏതൊരു ദർശനമാണോ അവതരിപ്പിച്ചത്, ആ ദർശനത്തെ അക്ഷരത്തിലും അർത്ഥത്തിലും അംഗീകരിക്കുന്ന സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗത്തെ അറഫ വിശുദ്ധ ഭൂമിയിൽ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ ദർശനത്തിന്റെയും ഈ വ്യക്തിത്വത്തിന്റെയും പ്രധാന സവിശേഷത. ആദം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് ഒരുപാട് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരൊക്കെയും കടന്നു പോകുന്ന സമയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആശയത്തിന് സമാനമായ ഒരു പ്രഖ്യാപനം ഒരു പ്രവാചകനും ലോകത്ത് നടത്തിയിട്ടില്ല. മൂസാ നബി ആണെങ്കിലും ഈസാ നബി ആണെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെങ്കിലും എല്ലാ പ്രവാചകന്മാരും കടന്നു പോയിട്ടുള്ളത് ഇനി ഒരു മഹാൻ വരാനുണ്ട്, ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകൻ വരുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട്, ആ ദർശനം അംഗീകരിച്ചുകൊണ്ട്, ആ വ്യക്തിത്വത്തെ, ആ റിസാലത്തിനെ, പ്രവാചകത്വത്തെ മാനിച്ചുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ എന്നുത്ബോധിപ്പിച്ചുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും കടന്നുപോയത്. പക്ഷേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ജീവിതത്തെ തൊടുന്ന, പച്ചയായ മനുഷ്യന്റെ ജീവിതത്തെ സ്പർശിക്കുന്ന, ജീവിതത്തിന്റെ നിഖില മേഖലകളെയും കടന്നു പോകുന്ന സമഗ്രമായ ഒരു വ്യവസ്ഥിതി, ഒരു നിയമവ്യവസ്ഥിതി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടും ആ വ്യവസ്ഥിതി എഴുതുക മാത്രമല്ല, പ്രസംഗിക്കുക മാത്രമല്ല, അത് സ്വീകരിക്കാൻ പറ്റുന്ന, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളെ സൃഷ്ടിച്ചുകൊണ്ടുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നത്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമർപ്പിച്ച ദർശനങ്ങളെ കുറിച്ചാണ്, ആ വ്യക്തിത്വത്തെ കുറിച്ചാണ്, വ്യക്തിപ്രഭാവത്തെ കുറിച്ചാണ് ഈ മദ്ഹ് സമ്മേളനത്തിൽ നമ്മുടെ ഉസ്താദുമാരും നേതാക്കളും വിദേശ പ്രതിനിധികളും പണ്ഡിതന്മാരുമെല്ലാം ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇത്തരം സമ്മേളനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വത്തെ പഠിക്കുവാനും അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്തിന് സമർപ്പിച്ച മഹാദർശനത്തെ സംബന്ധിച്ച് അവബോധമുണ്ടാക്കുവാനും എല്ലാ മുസ്ലിമീങ്ങളും അല്ലാത്തവരും
പ്രത്യേകിച്ച് ഉത്സാഹിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ സ്വാഗതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ നേരത്തെ പതാക ഉയർത്തിക്കൊണ്ട് ഈ സമ്മേളനത്തെ അനുഗ്രഹീതമാക്കിയ സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ വൈലത്തൂർ മഹാനായ തങ്ങളവറുകൾക്ക് ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം പറയുന്നു. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകുവാൻ തങ്ങളവറുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ നമുക്ക് മദ്ഹ് സമ്മേളനത്തിൽ പ്രത്യേകമായ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ മഹാനവറുകൾ സന്ദർഭോചിതം നമുക്ക് പ്രാർത്ഥന നിർവഹിച്ചു തരും. അദ്ദേഹത്തെ ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാനായ തങ്ങളവറുകൾക്ക് ദീർഘകാലം ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ ഷെയ്ഖുന ഇ സുലൈമാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് അവറുകൾ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ആദരപൂർവം സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ അമരക്കാരൻ മഹാനായ ഖമറുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവറുകളെ ആദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീർഘകാലം ഈ പറഞ്ഞ നമ്മുടെ പണ്ഡിതന്മാർ സുലൈമാൻ ഉസ്താദ്, പൊന്മള ഉസ്താദ്, AP ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാർക്കും ദീർഘകാലം നമ്മുടെ അമരത്തിരിക്കാനും ഈ പ്രസ്ഥാനത്തെ അമരത്തിരുന്ന് നയിക്കാനും ദീർഘകാലം ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ അതിഥികളായി എത്തിച്ചേരുന്ന ബഹുമാന്യനായ ഡോക്ടർ അഹ്മദ് മുഹമ്മദ് ഖസ്റജി, ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം അഹ്മദ് മദീന, അതേപോലെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, മുഷാവറ അംഗങ്ങൾ ബഹുമാനപ്പെട്ട AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി പ്രമുഖരും പ്രശസ്തരുമായ നമ്മുടെ സാദാത്തുക്കളും ആലിമീങ്ങളും എല്ലാവരും ഈ വേദിയിലുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അതേപോലെ SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, ഡോക്ടർ ഷഫീഖ് റഹ്മാൻ ബർക്ക് മുറാദാബാദ് MP, ഡോക്ടർ ഖാജ ഇക്രാമുദ്ദീൻ, ഡോക്ടർ കലീമുള്ള സാഹിബ് തുടങ്ങി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രമുഖരായ പ്രശസ്തരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നമുക്ക് ഇവിടെ പ്രസംഗിക്കുവാനും അതേപോലെ മറ്റ് മദ്ഹ് ഗീതങ്ങളും മറ്റും ആലപിക്കുവാനും നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ടും വ്യത്യസ്തമായ, എന്തുകൊണ്ടും ശ്രദ്ധേയമായ, എന്തുകൊണ്ടും പ്രൗഢമായ ഒരു മദ്ഹ് സമ്മേളനമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാനിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും അതേപോലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും ആദരവും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട ഡോക്ടർ അഹ്മദ് ഖസ്റജി,
മറ്റ് വിശിഷ്ട അതിഥികളും നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷവേദിയിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ ഷെയ്ഖുന ഇ സുലൈമാൻ മുസ്ലിയാരെ ക്ഷണിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.